കാര്യം മനസ്സിലായി. അവൾ എന്തായാലും സൂയിസൈഡ് ചെയ്തത് തന്നെ. നമ്മൾ വെറുതെ ഈ കേസിൻ്റെ പുറകെ പോയിട്ട് നമ്മുടെ തല പുണ്ണാക്കണ്ട. അവൾക്ക് ഓൾറെഡി സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അവൾ സൂയിസൈഡ് ചെയ്തത് തന്നെ. അവളുടെ മരണം താങ്ങാനാവാതെ അവനും മരിച്ചിട്ടുണ്ടാവാം. വെറുതെ നമ്മുടെ ടൈം കളയണ്ട. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ നിഗമനം. അപ്പൊ ആ കോളോ? ഇനി ആ കോള് വരുമ്പോൾ എനിക്ക് തന്നാൽ മതി. ആ, ഇനി തരാം. നമുക്ക് ബാക്കി എന്തായെന്ന് നോക്കാം. ഡോക്ടർ, ഇത് സൂയിസൈഡ് കേസ് ആയതുകൊണ്ട് പോലീസിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അത് വേണ്ട, കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായി, അതാ. അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. അപ്പു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതാരാന്ന് വെച്ചാ ചെന്ന് കണ്ടോളൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അധിക സമയം നിൽക്കരുത്. ആ മോളെ, നീ എന്തിനിങ്ങനെ ചെയ്തേ? പോട്ടെ, ഇനി ഇങ്ങനെ പൊട്ടബുദ്ധി ഒന്നും ചെയ്യരുത്. അവൻ വീട്ടിലാ, അവനെ വിളിച്ചിട്ടുണ്ട്. പോട്ടെടാ. കുഞ്ഞാറ്റെ, എന്തിനു നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചോ നീ? മതി. ആടാ, എന്താന്ന് വെച്ചാ സംസാരിച്ചു വാ, ഞാൻ പുറത്തുണ്ടാവും. കുഞ്ഞാറ്റ്, സോറി. ഞാൻ കാരണല്ലേ? ഞാനല്ലേ നിന്നെ ഇഷ്ടം പോലും ഞാൻ ഓർത്തില്ല. നോക്ക്. എന്താടാ? കരയല്ലേ, എനിക്കൊന്നുമില്ല. ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. നീ പോയാ എനിക്ക് ആരാ? നീ ഇല്ലേ, എങ്ങനെ ജീവിക്കും? ഇല്ല, ഇനി ചെയ്യില്ല. പോട്ടെ, കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞച്ചുറങ്ങിക്കോ, ഞാനൊന്ന് ഡാഡിയെ കണ്ടിട്ട് വരാം. ഡാഡാ, നീ വന്നോ? ഇന്നിവിടെ കിടത്തിയിട്ട് നാളെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. അധികം ഇവിടെ കിടത്തണ്ട. സോറി, ഞാനാണ് ഇതിനൊക്കെ കാരണം. ഇനി സോറി പറഞ്ഞാൽ എല്ലാം ശരിയാക്കുമോ? എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാനോ നല്ലത് പറഞ്ഞ് വളർത്താനോ കഴിഞ്ഞില്ല. സോറി, എനിക്കെന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പോട്ടെ, ഇനി പറഞ്ഞിട്ട് എന്തിനാ? ഡാഡാ, അവളെ ഇവിടുന്ന് മാറ്റല്ലേ പ്ലീസ്. എനിക്ക് അവളില്ലാതെ പറ്റില്ല. എല്ലാത്തിൽ നിന്നും മാറാൻ വേണ്ടിയാ ഞാൻ ആലെ ഇതിലേക്ക് വിളിച്ചിട്ടത്. എനിക്കറിയാം ഇത് നല്ലതല്ലെന്ന്. ബട്ട് ഡാഡാ, എനിക്ക് പറ്റില്ല. നിനക്കറിയാം ഇത് നടക്കില്ലെന്ന്, പിന്നെ എന്തിനാ അതിനു വേണ്ടി വാശി പിടിക്കുന്നേ? അത് നീ മറന്നേക്ക്. ഡാഡാ പ്ലീസ്, അത് മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. അത് ചെയ്താൽ മതിയോ? ഞാൻ ചെയ്യാം. എന്നാ അകത്ത് കിടക്കുന്നവളെ കൂടെ കൂട്ടിക്കോ, എന്നിട്ട് രണ്ടും കൂടെ പോയി ചാവ്. അപ്പൊ രണ്ടും ചെയ്ത് കൂട്ടിയതൊക്കെ മാറും. ഇനി ഇതിനെക്കുറിച്ച് സംസാരം വേണ്ട. ഡാഡാ, എന്താ? എനിക്ക് എൽസമ്മയെ ഒന്ന് പോയി കാണണം. ഞാൻ ഒന്ന് പോയി കണ്ടോട്ടെ? വേണ്ട, ഇപ്പൊ നീ അങ്ങോട്ട് പോണ്ട. ഡാഡാ പ്ലീസ്, ഞാൻ ഒന്ന് പോയി കണ്ടോട്ടെ. അപ്പു പറ, ഞാൻ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന്. ഇനി വാശി പിടിക്കണ്ട, പെട്ടെന്ന് പോയിട്ട് വാ. അപ്പു, എന്നെ ഒന്ന് അവിടെ ആക്കി തരുമോ?
അപ്പു, എന്താ നീ ഇപ്പൊ എന്നോട് മിണ്ടാറേ ഇല്ലല്ലോ? പോകാനുള്ളതൊക്കെ റെഡിയായോ? ആ, നാളെ ഈവനിങ് ആണ് ഫ്ലൈറ്റ്. വീടെത്തി, ഇറങ്ങ. ആ, നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. ഉം. മോളോ? ആ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ എൽസമ്മ? ആ, വാ. മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ ഇവിടുന്ന് പോകുക. അപ്പോ എൻ്റെ ഉമ്മച്ചിയുടെ സ്ഥാനം എൽസമ്മയ്ക്കല്ലേ. അമ്മ അത് തന്നില്ലെങ്കിലും വന്ന് പറയണമെന്ന് എനിക്ക് തോന്നി, അതാ വന്നത്. മോളെ, അമ്മ, ഞാൻ പോകുക. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും മാപ്പ്. ഞാൻ പോകുക അമ്മ. പോകുവാണോ? കുറച്ച് കഴിഞ്ഞു പോയാൽ പോരെ? ഇല്ല അമ്മ, അപ്പു പുറത്ത് വെയിറ്റ് ചെയ്യുക. പോകണം. മമ്മ, ഇവളെന്താ ഇവിടെ? ഇവളും എൻ്റെ മോളാ. നിനക്കെന്താ? മമ്മയ്ക്ക് നാണമില്ലേ ഇവളെ പോലെ ഒന്നിനെ മകളാണെന്ന് പറയാൻ? അല, നീ അകത്തേക്ക് പോ. ഇല്ല, ഞാൻ പോകില്ല. മമ്മ, ഇവളോട് ഇവിടുന്ന് പോകാൻ പറ. അല, നീ കുറച്ച് നേരത്തേക്ക് ഇവിടുന്ന് പോ. ഓ, ഞാൻ പോയി. എന്താന്ന് വെച്ചാ ചെയ്യാം. ശരിക്കും അപ്പു പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? എന്താ മോളെ ഇങ്ങനെ? മോള് വലിയ പ്രശ്നത്തിലാണോ വീട്ടിൽ നിന്നിരുന്നേ? മോൾക്കിതൊക്കെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അല്ലേലും അവൻ്റെ ഒക്കെ അനിയനല്ലേ, അങ്ങനെ തന്നെ വരൂ. കേസ് കൊടുക്കണം മോളെ. ഇല്ല അമ്മ, അവിടെ എല്ലാവർക്കും എന്നെ ജീവനാണ്. വേണ്ട എൽസമ്മ, എൻ്റെ അപ്പു പാവമാണ്. ഒന്നും വേണമെന്ന് വെച്ചല്ല. ഇപ്പൊ തന്നെ ഇതിൻ്റെ പേരിൽ അവൻ കുറെ അനുഭവിച്ചു. ഇനി ഞാൻ കൂടെ കുറ്റപ്പെടുത്തിയ എൻ്റെ അപ്പു അത് താങ്ങില്ല. എന്നാലും ഇനി അപ്പുമായിട്ടൊരു കൂട്ടും വേണ്ട. മോള് തൽക്കാലം രക്ഷപ്പെട്ടതാണ് അവൻ്റെ കുഞ്ഞിൽ നിന്ന്. എന്നാ ഞാൻ ഇറങ്ങും എൽസമ്മ. ഡാഡ അധിക സമയം നിൽക്കരുതെന്ന് പറഞ്ഞാ വിട്ടത്. ശരിയെന്നാ. പോയിട്ട് വാ മോളെ. അലയൊന്ന് വിളിക്കാവോ? അവളെ വിളിക്കണോ? അവൾ മോളെ വഴക്ക് പറയില്ലേ? സാരമില്ല, ഒന്ന് വിളിക്കുവോ? അല. എന്താ? ഓ, ഇവള് പോയില്ലേ? ഡി, വഴക്കുണ്ടാക്കല്ലേ? അല, സോറി ഫോർ എവറിത്തിങ്. എന്തിനാ? ഇനി നിനക്കൊരു ബുദ്ധിമുട്ടിനും ഞാനുണ്ടാവില്ല. എൽസമ്മ, ഞാൻ ഇറങ്ങുക. അപ്പു, പോകാം. ആ, പോകാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? എന്താ ഒരു കരച്ചിലൊക്കെ? ഹേയ്, ഒന്നുമില്ലാടാ. ഇനി എങ്ങോട്ടാ പോണ്ടേ? വീട്ടിലേക്ക് പോകാം. അപ്പു, ഞാനൊന്ന് പ്രഗ്നന്റ് ആയാൽ മതിയായിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കുന്നത് തന്നെയാണ്. നീ ഒന്ന് പ്രഗ്നന്റ് ആയാൽ മതിയായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നവും കൂടാതെ എനിക്ക് നിന്നെ കിട്ടുമായിരുന്നു. അപ്പു, എനിക്ക് നിന്റെ ബേബിയെ വേണം. എന്താ അപ്പു? അല്ല, ഇപ്പൊ എന്താ നീ പറഞ്ഞേ? എനിക്ക് നിന്റെ ബേബിയെ വേണമെന്ന്. എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ചിന്തിക്കുന്നതും അത് തന്നെയാണ്. ഇതിപ്പോ നിന്റെ സമ്മതം കൂടെ കിട്ടിയ സ്ഥിതിക്ക് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഞാൻ പറയുന്ന കേൾക്കാൻ കാത്തു നിൽക്കുമായിരുന്നല്ലേ തെമ്മാടി. അന്നെന്താ അതാവാതിരുന്നേന്ന് ഞാൻ ആലോചിക്കുന്നേ. അല്ല, അപ്പോ ഞാൻ നിന്റെ അപ്പൻ്റെ അനിയനല്ലേ? ഓ, ശരിയാണല്ലേ. എന്നാ വേണ്ട ചെറിയച്ച, കാറ് നേരെ വീട്ടിലേക്ക് തന്നെ വിട്ടോ. എന്താടാ തെമ്മാടി നോക്കുന്നേ? ചെറിയച്ഛൻ നിന്റെ മറ്റവൻ്റെ കൂടുതൽ വിളച്ചെടുത്താണ്ടല്ലോ
ഈ കാറിൽ വെച്ച് തന്നെ ഞാൻ എല്ലാം നടത്തും. ആണോ? ഒറ്റവനാണല്ലേ? ആ ശരി, നീ കാർ എടുക്ക്. ഡാഡ നമ്മൾ നോക്കിയിരിക്കുന്നുണ്ടാവും. ഡാഡാ, ഡാഡ ഇവിടെ ഇല്ലേ? ഡാഡാ, ഇവിടെ ഉണ്ടാവില്ല, എവിടെയെങ്കിലും പോയി കാണുന്നേ. ഇതെവിടാ പോയത്? പറഞ്ഞില്ലല്ലോ ഒന്ന് പോകുമ്പോ. അതെന്നേലും പറഞ്ഞ ചരിത്രമുണ്ടോ? ഓ, എന്നോട് പറയാറുണ്ട്, ഇല്ലേ ടൈപ്പ് ചെയ്തിടാറുണ്ട്. അതല്ലേ പെണ്ണെ പറഞ്ഞേ, അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോയി കാണുന്നേ. തൊട്ടിട്ടെന്തായി? എനിക്കത് വേണോന്ന് തോന്നണം. എന്നെടുത്തോ. മതിയായോ? മാറി, ഇത് ഹാളാണ്. ഡാഡി എങ്ങാനും വന്ന് കണ്ട പിന്നെ നീ നീറ്റ് നടക്കില്ല. എന്നാ വാ, നമുക്ക് എന്റെ റൂമിലേക്ക് പോവാം. എന്നെ എടുക്ക്. ഇനി എന്താ? എനിക്ക് പോണ്ട. നീ ഇല്ലേ ഞാൻ ചത്തുപോകും. ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഡാഡി സമ്മതിക്കണ്ടേ? ഇന്ന് അൽസമയം പറഞ്ഞു നിന്നോടധികം കൂട്ടുകൂടണ്ടെന്ന്. ഞാൻ കാരണം നീ എല്ലാവരുടെയും മുമ്പിൽ മോശമായി മാറിയില്ലേ? അല്ലേലും ഞാൻ മോശം തന്നെയല്ലേ? ആണോ? എനിക്ക് നീ മോശമല്ല, എൻ്റെ ഏറ്റവും ബെസ്റ്റാണ് നീ. ശരിക്കും ഞാൻ തന്നെയാണ് ബെസ്റ്റ്. എന്നിട്ട് നേരത്തെ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അതൊക്കെ നീ എന്നിൽ നിന്ന് അകലാൻ വേണ്ടി പറഞ്ഞതല്ലേ? ആണോ? എന്നാ അതൊന്നും പറഞ്ഞത് എനിക്ക് പിടിച്ചില്ല. അപ്പോ ഞാൻ എന്താ ചെയ്യാ? നിനക്ക് പണിഷ്മെന്റ് തരട്ടെ? ആ തന്നു. വേദനിക്കില്ലേ? സാരമില്ല, നീ തരുന്ന വേദന എനിക്കിഷ്ടം. അപ്പോ കിടന്ന് കരയരുത്, നിർത്താനും പറയരുത്. കരയും, ബട്ട് നിർത്താൻ പറയില്ല. എന്റെ ചുണ്ട് വേണമെന്ന് പറഞ്ഞില്ലേ? എടുത്തോ, ഇഷ്ടം പോലെ എടുത്തോ. പതിയെ പറിച്ചെടുത്തോണ്ട് പോവല്ലേ. ഇനി നീ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്യൂ. ഇല്ല, സോറി. നീ നാളെ എങ്ങോട്ടാ പോകുന്നേ? അതപ്പോ എന്തേ? ഡാഡ പറഞ്ഞല്ലേ എന്നോട് പറയണ്ടെന്നാ? അത് നിന്നെ അറിയിച്ച നീ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്നെ വിട്ട് പോകുവാണോ? അത് ഇല്ല ഇല്ല, ഞാൻ പോണില്ല. അപ്പോ നീ എന്തിനാ എൻ്റെ ഡാഡയുടെ ബ്രദറായി ജനിച്ചത്? അതല്ലേ നിനക്കെന്നെ കിട്ടാത്തത്? അപ്പോ ഇപ്പോളെ ഡാഡ നമ്മളോട് നല്ല എതിർപ്പാ. പിന്നെ എങ്ങനെ നമുക്ക് ഒന്നിക്കാൻ സാധിക്കുന്നത്? എന്റെ കുഞ്ഞാറ്റേ, അതൊക്കെ നടക്കൂന്നേ. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ് പറയാൻ പറ്റുന്നേ? എനിക്കൊരു കാര്യം ഉറപ്പായി, ഒന്നുകിൽ നിന്നെ ഇല്ലെങ്കിൽ ഡാഡെ, ഒരാളെനിക്ക് നഷ്ടപ്പെടും. നീ ഇപ്പോൾ ഈ കുഞ്ഞിത്തല പുകയ്ക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ 2 പേരും ഉണ്ട് നിന്റെ കൂടെ. പിന്നെ ഡാഡ ഇതിന് സമ്മതിക്കും. എനിക്കത് 100% ഉറപ്പാണ്. ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എൻ്റെ കുഞ്ഞാറ്റ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതൊക്കെ വിട്. മോളെ, നീ എന്നെ വിട്ടു പോകാൻ തുടങ്ങി. അതിന് നിനക്ക് പണിഷ്മെന്റ് വേണ്ടേ? അപ്പോ ഓക്കെ, ദെൻ റിമൂവ് യുവർ ക്ലോത്ത്സ്. നിന്റെ നഗ്നമായ ശരീരത്തിൽ എൻ്റെ മുന്നിൽ കിടക്കുക. അപ്പോ നീ ചെയ്തോ. നിനക്ക് തടസ്സമായി തോന്നുന്ന എല്ലാം നീ തന്നെ ഇല്ലാതാക്കിക്കോ.
ഡാഡാണല്ലോ വിളിക്കുന്നത്. ഹലോ ഡാഡ. മേധ, നീ എവിടെയാ? ഞാൻ വീട്ടിൽ. വീട്ടിൽ എവിടെയാണെന്ന്? ഞാനിവിടെ നിന്റെ റൂമിലുണ്ട്. നിന്നെ കാണുന്നില്ലല്ലോ. അത് ഞാൻ എനിക്ക് മനസ്സിലായി. എന്താ അവിടെ? അത് ഒന്നുമില്ല ഡാഡ. ഞാൻ നാളെ പോകുമല്ലേ, അപ്പോ അല്ലാതെ വേറൊന്നുമില്ല. ഉം. എന്നാ പെട്ടെന്ന് എന്നെ വന്നൊന്ന് കാണാ. ഞാൻ വരുന്നു. എന്താ പറഞ്ഞേ? അത് ഡാഡ എൻ്റെ റൂമിലുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇപ്പോഴോ? നിനക്ക് നടക്കാൻ പറ്റുമോ? പോയില്ലേ ശരിയാവില്ല. ആ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ശരിക്കും നടക്കാൻ കൂടെ പറ്റുന്നില്ല. ഞാൻ ഡാഡിയെ വിളിച്ച് പറഞ്ഞോളാം. വേണ്ട, ഡാഡ നല്ല ദേഷ്യത്തിലാണ്. ഞാൻ പൊക്കോളാം. ഡാഡ, എത്തിയോ? അല്ല, നിന്റെ കാലിനെന്താ പറ്റിയേ? അതൊന്ന് വീണതാണ്. ഡാഡ എന്താ വരാൻ പറഞ്ഞേ? എവിടെ വീണെന്ന? നിന്റെ നടത്തം ഞാൻ ശ്രദ്ധിച്ചതാണ്. എന്തായിരുന്നു അവന്റെ റൂമിലെ പരിപാടി? അത് ഒന്നുമില്ല ഡാഡ. ഞാനിവിടെ ഉച്ചയ്ക്ക് വന്നതാ. ഇത്ര നേരമായിട്ടും നിങ്ങൾ ആ റൂമിന്റെ വെളിയിലോട്ട് കണ്ടിട്ടില്ല. ഞങ്ങളൊന്ന് ഉറങ്ങിപ്പോയതാ. മതി, എനിക്ക് മനസ്സിലായില്ല എന്തൊക്കെ നടന്നെന്ന്. ഡാഡ, എന്താടി, നിനക്കൊന്നും മിണ്ടാനില്ല അല്ലേ? ഞാൻ അവനെ ചെന്നൊന്ന് കാണട്ടെ. അപ്പു, എന്താ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ നിന്റെ പെങ്ങളാണെന്ന്. എന്തിനെ തല്ലുന്നേ? എന്തേ ബെഡിൽ കാണുന്നേ? ബെഡിൽ അങ്ങനെ പലതും കാണും. ഇനി അവളെ നീ കാണാൻ ശ്രമിച്ച അവളെ ഞാനങ്ങ് കൊന്നുകളയും. എന്തിനാ അവളെ കൊല്ലുന്നേ? എന്നെ അങ്ങ് കൊന്നാ പോരെ? ഞാൻ നിങ്ങളുടെ ആരാ? നിന്നെ കൊല്ലാൻ എനിക്ക് പറ്റില്ല. പറ്റിയിരുന്നേ അവളെ തൊട്ടെന്നറിഞ്ഞ ആ നിമിഷം ഞാൻ നിന്നെ കൊന്നേനെ. ഡാഡ, എന്ത് പറഞ്ഞാലും സ്വന്തം മോളെ കൊല്ലുന്ന കാര്യം മാത്രമാണ് നിങ്ങളുടെ വായിൽ വരൂ. അവളെ നിങ്ങൾ തൊട്ടോ പിന്നീടുള്ള ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ചോ. എന്നെയും കാണില്ല. മേധ, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. ഡാഡ, അതെ, ഡാഡ എന്ന് വിളിച്ച് നാവുകൊണ്ട് എന്നെ വേറൊന്നും വിളിപ്പിക്കാൻ ഇടവരുത്തരുത്. എത്ര തവണ പറഞ്ഞതാ എനിക്ക് ഇവളില്ലാതെ പറ്റില്ലെന്ന്. അപ്പു, ഇനി എന്ത് പറഞ്ഞാലും ചെയ്താലും ഇവളെ നിനക്ക് കിട്ടില്ല. നീ എൻ്റെ അനിയനാണ്, അവളുടെ ചെറിയച്ഛൻ. അത് മറന്ന് നീ സംസാരിക്കരുത്. ഓക്കെ, അത് ശരിയാ. പക്ഷേ ഇവളുടെ ശരീരത്തെ ഞാൻ പലതവണ സ്വന്തമാക്കിയിട്ടുണ്ട്. മേധ, വാ. ഡാഡ, ഡാഡ പ്ലീസ് ഡാഡ, എനിക്ക് എവിടെയും പോണ്ട. എനിക്ക് ചെല്ലാതെ പറ്റില്ല. എവിടെയും പോണ്ട, ഞാൻ വരില്ല. നിങ്ങൾ ആരെയും ഇതുവരെ ഇതേപോലെ സ്നേഹിച്ചിട്ടില്ല. അതാ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം കാണാതെ പോകുന്നത്. ഇല്ലടാ, എനിക്ക് മനസ്സിലായാലും ഞാൻ ഈ ബന്ധം നടത്തില്ല. മേധ, വാ. ഡോ, നിങ്ങളുടെ പ്രശ്നം എന്താ? ഞാനാണോ? ഡാഡ, മേധ മോളെ, കുഞ്ഞാറ്റെ, എന്താ മോളെ, വയ്യേ നിനക്ക്? അയ്യ അയ്യ ഡാഡ. എന്താടാ, വയ്യേ? പനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വെള്ളം വല്ലതും വേണോടാ? വേണ്ട ഡാഡ, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. എന്നാ മോൾ ഇറങ്ങിക്കോട്ടോ. കുഞ്ഞാറ്റെ. അപ്പു, നീ റൂമിൽ നിന്ന് പോ. ഡാടാ, ഇവക്ക് വയ്യ. അവക്ക് വയ്യാതായതല്ലോ, നീ വയ്യാതാക്കിയതല്ലേ. എന്തെങ്കിലും ചെയ്യുമ്പോ അവക്കടെ ഏജ് കൂടെ ആലോചിക്കണമായിരുന്നു. മോള് ഉറങ്ങിക്കോട്ടോ. ഡാഡ മോർണിംഗ് വരാം. മോൾ ഇറങ്ങിക്കോ. ഒട്ടും വയ്യ പെണ്ണെ. അടി വയറ്റിൽ കുത്തിപ്പറിക്കുന്ന പോലെ വേദനിക്കുക. പോട്ടേടാ, വേദന മാറൂട്ടോ. നല്ലോണം ഒന്ന് ഉറങ്ങ്, അപ്പോഴേക്ക് ശരിയാവും. പോവല്ലേ? ഇല്ലാട്ടോ, എൻ്റെ പൊന്നുറങ്ങിക്കോ.
നീ പറഞ്ഞില്ലേ ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് ഞാൻ തോറ്റുപോയെന്ന്, ഒരച്ഛൻ എന്ന നിലയിലെങ്കിലും ജയിക്കണമെന്ന്. പക്ഷേ അവിടെ ഞാൻ തോറ്റുപോയടോ. ഡാഡാ. എന്താപ്പോ? സോറി, ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു ഡാഡേ. അപ്പു, നിനക്ക് അത്ര ഇഷ്ടമാണ് അവളെ? അവളിൽ ഞാൻ ചത്ത് ജീവിക്കും ഡാഡാ. എനിക്ക് പറയാൻ അറിയില്ല അവളെ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന്. അപ്പു, അവൾ നിന്റെ ആരാണെന്ന് നിനക്ക് അറിയില്ലേ? പിന്നെ എങ്ങനെ നിനക്ക് അവളോട് പ്രണയം തോന്നിയത്? എനിക്കറിയില്ല ഡാഡാ, എപ്പോഴോ എൻ്റെ കൈവിട്ടു പോയി. എനിക്കറിയാം എനിക്കവളെ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന്. ബട്ട് എനിക്ക് കഴിയില്ല ഡാഡാ. ഓർമ്മ വെച്ച കാലം മുതൽ നീ തന്നെയല്ലേ പറയാറ് നിന്റെ പെണ്ണ് അലയാണെന്ന്? അതെ, ബട്ട് എനിക്ക് അലയോട് പോലും ഇത്ര ഫീലിങ്സ് അല്ല. അലയോട് എനിക്ക് ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. പിന്നെയും അവളെ കൂടെ കൂട്ടിയത് എന്നെ തന്നെ മാറ്റാൻ വേണ്ടിയാണ്. ബട്ട് എനിക്ക് മാറാൻ പറ്റിയില്ല ഡാഡാ. നാദു പോയപ്പോൾ അവളെ നോക്കാൻ ഞാൻ വേറെ ആരെയും നിർത്താതിരുന്നത് അവൾക്കൊരേട്ടനുണ്ടല്ലോ എന്നോർത്ത. രാത്രിയായാലും പകലായാലും അവളെ നിന്നെ ഏൽപ്പിച്ചു പോകുമ്പോൾ ഞാൻ തന്നെ അവളുടെ കൂടെയുള്ളത് പോലെയായിരുന്നു എനിക്ക്. പക്ഷേ അവിടെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. സോറി. നാദുവിന് വല്ലാത്ത പേടിയായിരുന്നു നിനക്ക് അലയോടുള്ള ഈ സ്നേഹം കാണുമ്പോൾ. നീ എന്നേക്കാൾ ഡേഞ്ചറാണ്. നീ ഒരിക്കലും അലയോട് ഇങ്ങനെ അടുക്കരുതെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. നിനക്ക് സ്നേഹിക്കാൻ സ്വന്തം അനീതി വന്ന നീ അലയിൽ നിന്ന് അകലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ നിന്റെ ഈ പ്രാന്ത് അവളോട് തന്നെ ആകുമെന്നേ നാദ് ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല. സോറി ഡാഡാ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും സോറി പറഞ്ഞാൽ തീരൂ ഇതിനെല്ലാം? നിന്റെ കൈ പിടിച്ച് വളർന്ന കുഞ്ഞല്ലേ അപ്പോൾ അവള്? ആ നെഞ്ചിൽ കിടന്നല്ലേ അവൾ ഉറങ്ങിയത്? എന്നിട്ടും നിനക്ക് എങ്ങനെയാ മറ്റൊരു കണ്ണിൽ അവളെ കാണാനോ തൊടാനോ തോന്നിയത്? അപ്പോ ഒരു തവണ പോലും നിന്റെ കൈ അറച്ചില്ലേ അപ്പൂ? നാദു പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്റെ മുന്നിൽ ഒന്നുമല്ല അപ്പൂ, ഒന്നുമല്ല. ഡാഡാ, ഞാൻ അത്രയും ദുഷ്ടനാണല്ലേ? എനിക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനേ പറ്റിയിട്ടുള്ളൂ. ഡാഡ, കുഞ്ഞാച്ച, അല, ഉമ്മച്ചി, എല്ലാവർക്കും ഞാനൊരു ഡാഡ. ഞാൻ പോട്ടെ ഈ ലോകത്ത് നിന്ന്. പല തവണ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, എല്ലാരെയും ഇങ്ങനെ വേദനിപ്പിക്കുന്നതിൽ നല്ലത് ഞാൻ തന്നെ ഇല്ലാണ്ടാവുന്നതല്ലേ? ഓ, നീ പോയാ നീ ഇങ്ങനെ ചെയ്തിട്ടൊരു പെണ്ണുണ്ട് ആ റൂമിൽ. അവളെ ഞാൻ എന്ത് ചെയ്യണം പറ? നീ ഞാൻ എന്ത് ചെയ്യണം? അതൂടെ പറഞ്ഞതാ എനിക്ക്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതാ ഞാൻ പറഞ്ഞേ, എന്നെ ജനിച്ചപ്പോഴേ അങ്ങ് കൊന്നുകൂടായിരുന്നോ? അന്ന് വലിയ മാഫിയൊക്കെ ആയിരുന്നില്ലേ? അപ്പോഴേ എന്നെ കൊന്നുകൂടായിരുന്നോ? എന്തിനിങ്ങനെ പാല് തന്ന് വളർത്തിയത്? അപ്പു, നിന്റെ അമ്മ അവളുടെ ജീവൻ കൊടുത്താണ് നിന്നെ രക്ഷിച്ചത്. അവളുടെ ജീവന്റെ വിലയുണ്ടപ്പോ നിനക്ക്.